ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദി. അപ്പോൾ കറക്ഷൻ വിൻഡോ വരുന്ന സമയത്ത് മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. റിസർവേഷൻസ് കാറ്റഗറിയിലെ ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് വെച്ച് പ്രത്യേകം ശ്രദ്ധിക്കാം, മിസ്റ്റേക്സുകൾ വരുത്താതിരിക്കുക. ഹായ് ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്, 2024 CUET എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പുതിയ അപ്ഡേറ്റ്സുകളോട് കൂടിയാണ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തീർച്ചയായും അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് മുതൽ നമുക്ക് രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. മാർച്ച് 26-ാം തീയതിയാണ് അവസാന ദിവസം. അത്യാവശ്യം സമയം തന്നിട്ടുണ്ട്. നമ്മൾ നീറ്റ് എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യുന്നത് പോലെ തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ്. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾക്ക് exams.nta.ac.in/CUET-UG എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് സാധാരണ നീറ്റ് എക്സാമിന് രജിസ്ട്രേഷൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കാൻഡിഡേറ്റിന്റെ പ്രൊഫൈൽ വെച്ചിട്ട് തന്നെയാണ് രജിസ്ട്രേഷൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻസ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത്. അപ്പൊ ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു വിൻഡോയിൽ എത്തും. ആ വിൻഡോനകത്ത് നിന്ന് നമുക്ക് ബുള്ളറ്റിന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ബുള്ളറ്റിൻ കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നിട്ടുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ആ ഒരു ബുള്ളറ്റിനകത്തുണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷന്റെ സ്റ്റെപ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു തരാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്യുക. അതിനകത്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അവർ പറയും നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എടുത്ത് വെക്കേണ്ടതെന്ന്. നമ്മൾ നീറ്റ് എക്സാമിന് എടുത്ത് വെച്ചതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോന്റെ കോപ്പി, അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ കോപ്പി, ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ 10th മാർക്ക് ലിസ്റ്റ്, 12th മാർക്ക് ലിസ്റ്റ്, ആധാർ കാർഡ്, ഇതെല്ലാം നമ്മൾ എപ്പോഴും എടുത്തു വെക്കുന്നത് പോലെ തന്നെ ഏതൊരു രജിസ്ട്രേഷനും എടുത്തു വെക്കുന്നത് പോലെ തന്നെ CUET എക്സാമിനേഷന്റെ രജിസ്ട്രേഷനും ഇതും നിങ്ങൾ ടേക്ക് കെയർ ചെയ്തിട്ട് എടുത്തു വെക്കുക. അതിനുശേഷം മാത്രം രജിസ്ട്രേഷൻസ് ചെയ്യാനായിട്ട് പോവാം. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യമായിട്ടൊരു ലോഗിൻ ID ചോദിക്കുന്നുണ്ട്. അത് നമ്മളുടെ ഏതാണ്, നമ്മളിപ്പോൾ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് കൊടുക്കാം. ഇപ്പൊ ഐ ഹാവ് ആധാർ കാർഡ് നമ്പർ ആൻഡ് ഐ വിഷ് ടു ബി ലോഗിൻ ID, ഇത് കൊടുക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നതെങ്കിൽ അത് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നോർമലി നമുക്ക് സാധാരണ എടുക്കുന്നത് പോലെ തന്നെ ആധാർ കാർഡ് തന്നെ എടുത്തിട്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട്, അതിന്റെ നമ്മളുടെ നമ്പർ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ടു പ്രൊസീഡ് കൊടുക്കാം. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ പാസ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മളുടെ ഡീറ്റെയിൽസ് അത് അവിടെ റിഫ്ലക്ട് ചെയ്യും. ഇനിയിപ്പോൾ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് റിഫ്ലക്ട് ചെയ്യും. അത് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നോക്കുക. അതിനുശേഷം അതിനകത്ത് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് നമ്മളുടെ അഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാം. അപ്പൊ അവിടെ നമ്മൾ ഇനിയിപ്പോൾ ആധാർ കാർഡ് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ ലൊക്കാലിറ്റി, നമ്മളുടെ പ്രസന്റ് അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, ഇതെല്ലാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ഒരു ഡോക്യുമെന്റ് നമ്മൾ ഏത് ഡോക്യുമെന്റ്, ഇപ്പൊ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് അതിലുള്ളത് പോലെ തന്നെ കൊടുക്കണോ അല്ലെങ്കിൽ നമ്മൾ വ്യത്യാസം വരുത്തി കൊടുക്കണോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്. നമ്മൾ പെർമനന്റ് അഡ്രസ്സ് ഏതാണോ അത് അവിടെ നമ്മൾ റിഫ്ലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പ്രസന്റ് അഡ്രസ്സ് ഏതാണോ അത് നമുക്ക് കൊടുക്കുക. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സാം എഴുതാനുള്ള സിറ്റി അലോട്ട് ചെയ്യാനാണ് ഇത് ചോദിക്കുന്നത്. അല്ലാതെ അതിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും കൊടുത്തുപോയി രണ്ട് ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ ആകെ പ്രശ്നം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ പ്രസന്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ഏതാണോ നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമനന്റ് അഡ്രസ്സ് അവിടെ ആയിരിക്കും നമുക്ക് ആ ഒരു സിറ്റി ഏതാണോ അവിടെ ആയിരിക്കും നമ്മുടെ എക്സാം സെന്റർ അലോട്ട് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്ട്രിക്ട് പിൻകോഡൊക്കെ കൊടുത്തു. നമ്മളൊരു പാസ്വേഡ് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ലൈക്ക് നമ്മൾ സെയിം ആണ് നീറ്റ് എക്സാമിന് രജിസ്ട്രേഷൻസ് ചെയ്ത പോലെ തന്നെ നമ്മളൊരു പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുന്നു. പാസ്വേഡ് അഗെയിൻ റീസബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു സെക്യൂരിറ്റി പിൻ, നമുക്ക് അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് നമ്മൾ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡിസ്ട്രിക്റ്റും പിൻകോഡും കൊടുത്ത് പാസ്വേഡ് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാപ്ച താഴെ ടൈപ്പ് ചെയ്യാനുണ്ട്. ആ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇവിടെ
കംപ്ലീറ്റ് ആവും. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ നെക്സ്റ്റ് പ്രൊസീജിയർ ആണല്ലോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആവുന്നുണ്ട്. ഇപ്പൊ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആവുന്ന സമയത്ത് ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ അവർ ചോദിക്കും നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് അവരോട് ചോദിക്കും. അപ്പൊ അല്ല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ റെഡ് കളറിൽ കാണുന്ന എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തത് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പൊ തന്നെ എഡിറ്റ് ചെയ്യുക. നിങ്ങൾ വിട്ടുപോയത് ഒരുപാട് പേര് നീറ്റ് എക്സാം രജിസ്ട്രേഷൻസ് ചെയ്യുന്ന സമയത്ത് കെയർഫുൾ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ കറക്ഷൻ വിൻഡോനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എഡിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ ആണ് എല്ലാം റെഡി ആണെന്നുണ്ടെങ്കിൽ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും എല്ലാം നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെ ആയിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് റെഡി ടു അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കണം. കാരണം അതിനകത്തേക്കാണ് ഇത് വരുന്നുണ്ടായിരിക്കും, ഇതിന്റെ OTP ആപ്ലിക്കേഷൻ നമ്പർ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇമെയിലിൽ വന്നിട്ടുള്ള OTP നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സെക്യൂരിറ്റി നമ്പർ കൊടുത്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാണ്. നമ്മളത് വെരിഫൈ ചെയ്തു. അപ്പം ഇവിടെ നമ്മളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ത് ചെയ്യും, നമ്മളുടെ മെയിൽ ഐഡിയിലകത്തേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മളുടെ പാസ്വേഡ് എന്ന് മറന്നു പോവാതിരിക്കുക. രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ആപ്ലിക്കേഷൻ സബ്മിഷൻ ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറും നമ്മളുടെ പാസ്വേഡും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മൾക്ക് രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ബേസിസിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻസ് ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് അവിടെ റിഫ്ലക്ട് ചെയ്യും. നമ്മളുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ കൺട്രി, ഡിസ്ട്രിക്ട്, നമ്മൾ കൊടുത്തിട്ടുള്ള പിൻകോഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഓൾറെഡി അവിടെ റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ അഡ്രസ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാറ്റഗറി മുതലാണ്. നമ്മൾ ഏത് കാറ്റഗറിയാണ്, ഇപ്പൊ ജനറൽ ആണെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യുക, OBC ആണെങ്കിൽ OBC, നോൺ ക്രീമി ലെയർ സെലക്ട് ചെയ്യുക, അതർ കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ അതർ കാറ്റഗറി, EWS ആണെങ്കിൽ അത്. ഇപ്പൊ ഇവിടെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നമ്മൾക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നേരത്തെ നീറ്റിന് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മളുടെ OBC, നിങ്ങൾ ഇതിനകത്ത് OBC നോൺ ക്രീമി ലെയർ സെലക്ട് ചെയ്തു, പക്ഷെ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, ഈ ഒരു സർട്ടിഫിക്കറ്റ് തഹസിൽദാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനറൽ ആയിട്ട് ട്രീറ്റ് ചെയ്തോളും. അതുകൊണ്ട് അതിന് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് നിങ്ങൾ കൊടുത്തു, പക്ഷെ നിങ്ങൾ OBC ആയിരുന്നു, നിങ്ങൾക്ക് അതിന് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടി, അപ്പൊ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജനറൽ സെലക്ട് ചെയ്യാതെ OBC NCL കൊടുത്തോളൂ, പ്രശ്നമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്റഗറി എടുത്ത് കൊടുത്തോളൂ. അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല സപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ജനറൽ ആയിട്ട് ട്രീറ്റ് ചെയ്തോളൂ. അപ്പൊ അതുകൊണ്ട് അത് വിഷയം വരുന്നില്ല. അപ്പൊ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റ്, നമ്മളിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള PWD കാറ്റഗറിയിൽ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഫാദറിന്റെ എഡ്യൂക്കേഷൻ, മദറിന്റെ എഡ്യൂക്കേഷൻ, ഫാദറിന്റെ ഒക്യുപ്പേഷൻ, അതുപോലെ തന്നെ മദറിന്റെ ഒക്യുപ്പേഷൻ, ആനുവൽ പാരന്റ് ഇൻകം, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ട്വിൻ ബ്രദേഴ്സ് നമുക്കുണ്ടെങ്കിൽ ട്വിൻ ബ്രദർ നമ്മളുടെ കൂടെ എക്സാം എഴുതുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രദർ സിസ്റ്റർ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, ക്ലാസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ, അതായത് നമുക്ക് ട്വിൻ ബ്രദർ ഉണ്ടെങ്കിൽ അവരുടെ റോൾ നമ്പർ, 10th ക്ലാസ് റോൾ നമ്പർ ചോദിക്കുന്നുണ്ട്. പിന്നെ നാഷണാലിറ്റി, കാറ്റഗറി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ടൈപ്പ്. ഇതൊക്കെ ഒരു ജനറൽ ഇൻഫർമേഷൻ എടുക്കാനുള്ള ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പം ഇൻകം കൂടിയത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റോ അല്ലെങ്കിൽ ഇൻകം കുറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും വരാനില്ല. ഇപ്പം ഫാദറിന്റെ എഡ്യൂക്കേഷൻ, മദറിന്റെ എഡ്യൂക്കേഷൻ കൂടിയത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും റിസർവേഷൻ അങ്ങനെയൊന്നും വരില്ല. ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ എടുക്കാനായിട്ടുള്ള ഒരു സർവേ പോലെ കണ്ടാൽ മതി സെൻട്രൽ ഗവൺമെന്റിന്റെ. അപ്പം ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ ഏത് മീഡിയത്തിലാണ് നമ്മൾ എക്സാമിനേഷൻ എഴുതുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ പ്രോബബ്ലി നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യാറ്, ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മോഡ് ഓഫ് പ്രിപ്പറേഷൻസ് ചോദിക്കുന്നുണ്ട്. അതിപ്പം നമ്മൾ സെൽഫ് സ്റ്റഡി എഴുതിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും കോച്ചിങ് എഴുതിയാലും ഒന്നും പ്രശ്നമില്ല, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എഴുതാം. ആർ യു ഡയബറ്റിക് ക്വസ്റ്റ്യൻ നീറ്റ് എക്സാമിന് ചോദിച്ചതുപോലെ തന്നെ ഇവിടെയും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് എടുക്കണമെങ്കിൽ അത് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും
എന്തെങ്കിലും തരത്തിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ടേക്ക് കെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എക്സാമിനേഷൻ എഴുതുമ്പോൾ ഉണ്ടാവോ അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് വരുമ്പോൾ ഉണ്ടാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ നിങ്ങളുടെ ഏരിയ ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. അർബൻ റൂറൽ ഏരിയ ഏതാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാം. പിന്നെ നിങ്ങൾ BPL ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാറ്റഗറി റിസർവേഷന് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുള്ള ആൻസേഴ്സ് കൊടുക്കുക. പിന്നെ കാശ്മീരി മൈഗ്രന്റ് അതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. നിങ്ങൾ ഏത് കാറ്റഗറിയാണ് വരുന്നത്, നമ്മൾ രജിസ്ട്രേഷൻസ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മളെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ വരുന്നത് അത് മാത്രം ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കൂടുതൽ എന്തെങ്കിലും ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഇടണോ അങ്ങനത്തെ കൺഫ്യൂഷൻസ് വരേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിക്കാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നോ കൊടുത്തിട്ട് പോവാം. നെക്സ്റ്റ് എക്സ് സർവീസ് ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ റിസർവേഷൻസ് ചില യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടാവും, അതിനാണ് അത് ചോദിക്കുന്നത്. അപ്പൊ എക്സ് സർവീസ്മെന്റെ ഡോട്ടർ ആണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സണ്ണാണ്, അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് റിസർവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ NCC കാൻഡിഡേറ്റ് ആണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോ ഫാദറോ മദറോ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ആ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇതെല്ലാം ഓരോ തരത്തിൽ ഓരോ യൂണിവേഴ്സിറ്റീസിൽ റിസർവേഷൻസ് ഉണ്ടാവും. നമുക്കിത് നീറ്റ് പോലെ അല്ല. CUET എന്ന് പറയുന്ന സമയത്ത് ഒരു ഓപ്പൺ രജിസ്ട്രേഷൻ ഫോം, ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് ഓരോരോ യൂണിവേഴ്സിറ്റീസിനെ നമ്മൾ സെലക്ട് ചെയ്ത് പൂൾ ചെയ്തിട്ടാണ് എക്സാമിനേഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. ഓരോ യൂണിവേഴ്സിറ്റിക്കും ചില യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് വേറെ തന്നെ യൂണിവേഴ്സിറ്റീസിന്റെ എക്സാം എഴുതേണ്ടിയും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ യൂണിവേഴ്സിറ്റീസിലും ഓരോ തരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവർ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഈ എക്സ് സർവീസിന്റെ കാര്യമായാലും NCC കോട്ടയായാലും സ്പോർട്സ് കോട്ടയായാലും ഒക്കെ. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ ബിലോങ്ങിങ് ആണെന്നുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക. ഇപ്പം പാരന്റ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ പാരന്റ് ആരെങ്കിലും യൂണിവേഴ്സിറ്റി സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്, ID കാർഡ് അതുപോലത്തെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാനുണ്ട്. പിന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് കാണിക്കാനും ഉണ്ട്. അപ്പൊ അത് ഫാദർ ആയാലും മദർ ആയാലും രണ്ടും കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരാളാണെന്നുണ്ടെങ്കിലും അത് കാണിക്കാം, 2 പേരുണ്ടെങ്കിൽ 2 പേരുടെയും കാണിക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 10th ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനാണ്. ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞത് ഇതിനാണ്. ക്ലാസ് 10th ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ക്ലാസ് 10th സർട്ടിഫിക്കറ്റിലുള്ള അതേ ഡീറ്റെയിൽസ് വേണം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ റിസൾട്ട് സ്റ്റാറ്റസ് ഇപ്പൊ നിങ്ങൾ പാസ്ഡ് ആയിരിക്കും. 10th ആവുന്ന സമയത്ത് നിങ്ങൾ പാസ്ഡ് കൊടുക്കുക, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക. അതിനുശേഷം ക്വാളിഫയിങ് എക്സാമിനേഷൻ 10th ഓർ ഈക്വലന്റ് ഉണ്ട്, അത് കൊടുക്കുക. പിന്നെ പ്ലേസ് ഓഫ് സ്കൂളിംഗ്, പിന്നെ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ടൈപ്പ് ഓഫ് സ്കൂളിംഗ്, പ്ലേസ് ഓഫ് സ്കൂളിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊടുക്കുക. ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിൽ ഗവൺമെന്റ്, എയ്ഡഡ് അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ്, അങ്ങനെ നമുക്കത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതിയ കൺട്രി, ഇപ്പൊ ഇന്ത്യയിലാണ് എക്സാം എഴുതി വെച്ചാൽ ഇന്ത്യ അല്ല പുറത്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, കേരള, അപ്പൊ നമ്മൾ ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം CBSE ആണെങ്കിൽ ഇപ്പൊ CBSE ഇന്റർനാഷണൽ, അതുപോലെ തന്നെ സ്കൂൾ ബോർഡ് ആണെങ്കിൽ പബ്ലിക് കമ്മീഷന്റെ ആ ഒരു സൈറ്റ് ക്ലിക്ക് ചെയ്യാം. ദെൻ ക്വാളിഫയിങ് ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട്, സ്കൂളിന്റെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, സ്കൂളിന്റെ പിൻകോഡ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്സ് വെച്ചതിന് ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ നോക്കാം. പിന്നെ റിസൾട്ട് മോഡുണ്ട്. CBSE ആവുന്ന സമയത്ത് CGPA ആണ്. ഇപ്പം സ്റ്റേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് പെർസെന്റേജ് ആണ് തന്നിട്ടുള്ളത്. ഞാൻ നീറ്റിന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡ് പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് മാക്സിമം മാർക്സ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പെർസെന്റേജ് ആക്കി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം A+ എന്നുള്ളത് ഇപ്പൊ ഒരു 9, ഞാൻ പറഞ്ഞല്ലോ 1000-ലാണ് നമുക്ക് ടോട്ടൽ മാർക്ക്. 10 സബ്ജക്ട്സ് ഉണ്ട് സ്റ്റേറ്റില്. അപ്പൊ അത് 1000-ലാണ് നമ്മൾ ആവറേജ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ A+നും 90 വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഫുൾ A+ ആണെങ്കിൽ 1000-നകത്ത് 900, അങ്ങനെ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോവാൻ. 10 out of 9 എന്നുള്ള രീതിയിലാണ് വരിക. അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെർസെന്റേജ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഫുൾ A+ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 90%, 95% ഇട്ടാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് 96% ഇടാൻ, 97% ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ആവറേജ് എടുക്കുന്നതാണ് നല്ലത്. 90% എന്നുള്ള രീതിയിൽ ആ പെർസെന്റേജ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. CBSE ആകുമ്പോൾ എളുപ്പമാണ്. CGPA അവർക്ക് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് CGPA പെർസെന്റേജ് കാണാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ് 12th ഡീറ്റെയിൽസ് ആണ്. ക്ലാസ് 12th ഇപ്പൊ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അപ്പിയറിംഗ് എന്നുള്ളത് കാണിക്കുക. അല്ല ക്ലാസ് 12th പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പാസ്ഡ് എന്നുള്ളത് കാണിക്കുക. അപ്പൊ പാസ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. അപ്പിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറയാം കേട്ടോ.
ഓൾറെഡി പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മൾ 10th ചോദിച്ചതുപോലെ തന്നെ സ്കൂളിന്റെ ടൈപ്പ്, സ്കൂളിന്റെ ഏരിയ, സ്കൂളിന്റെ പിൻകോഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിട്ട് എഴുതുക. അതുപോലെ തന്നെ ഇതിനകത്ത് പെർസെന്റേജ് കൊടുക്കുന്നുണ്ട്. അത് സിമ്പിൾ ആണ്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പെർസെന്റേജ് എടുത്തിട്ട് ഇടാനായിട്ട്. അപ്പൊ അത് അതിന്റെ ബേസിസിലുള്ള പെർസെന്റേജ് കേരള സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 1200 അതിൽ എത്രയാണ് മാർക്ക് കിട്ടിയെന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാൽ മതി, അതിനുശേഷം ഇടാൻ പറ്റും. അതുപോലെ തന്നെ CBSE ആണെങ്കിൽ അവർക്ക് മാർക്സ് അവൈലബിൾ ആണ്. ആ മാർക്സിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുക, പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് നമുക്ക് മാർക്കിന്റെ പെർസെന്റേജ് ബേസിസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ഒരു 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട. ജസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എൻട്രി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തിരക്ക് പിടിച്ചിട്ട് മിസ്റ്റേക്സ് വരുത്തരുത്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷൻ ആണ്. ഇവിടെയാണ് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഇപ്പൊ നീറ്റ് എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്തതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. CUET എക്സാമിനേഷൻസ് വഴിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുക, ഒരു അഡ്മിഷൻ ടെസ്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ജാമിയ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നമ്മളുടെ ഈ ഒരു CUET ത്രൂ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇവിടെ മുതലാണ് നമ്മൾ എക്സാക്ട് CUET ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. കാരണം ഇത്രയും സമയം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, ഇതായിരുന്നു നമ്മളിപ്പോൾ ഇത്രയും സമയം നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയാണ് നമ്മൾക്ക് രജിസ്ട്രേഷൻ എക്സാക്ട് ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് യൂണിവേഴ്സിറ്റി നെയിം, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റീസിന്റെ പേരാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെക്കുന്നത്. ഓരോ യൂണിവേഴ്സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആ യൂണിവേഴ്സിറ്റീസിന്റെ പ്രോഗ്രാം നെയിം, ഓരോ യൂണിവേഴ്സിറ്റി നെയിമും പ്രോഗ്രാം നെയിമും കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് വെക്കുന്നത്. ഓരോന്നും നമുക്ക് ആഡ് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. ഏത് കോഴ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് തന്നെ പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഓരോന്നും ആഡ് ചെയ്ത് പോകണം. ഒരെണ്ണം മാത്രം ആഡ് ചെയ്ത് വെക്കരുത്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റീസിന്റെ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് പോവുക. അതിനുശേഷം ആ എഗ്രി കൊടുക്കുക, അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ പേപ്പർ സബ്ജക്ട് സെലക്ഷൻ ആണ്. ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ അപ്ഡേറ്റ് പ്രകാരം 6 പേപ്പർ മാത്രമേ മാക്സിമം ഒരാൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഇയർ ഒക്കെ 10 പേപ്പേഴ്സ് വരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇപ്രാവശ്യം കറക്റ്റ് കൊടുത്തിട്ടുണ്ട് 1 2 3 4 5 6 6 പേപ്പർ മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത് 6 പേപ്പേഴ്സ് സെലക്ട് ചെയ്യുക. അതിന്റെയൊക്കെ മീഡിയം നമ്മൾക്ക് അപ്പൊ തന്നെ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് മീഡിയത്തിൽ വേണം എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെസ്റ്റ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്നത് എക്സാം സെന്റർ സെലക്ഷൻ ആണ്. അപ്പൊ എക്സാം സെന്റർ സെലക്ഷൻ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഏത് സിറ്റിയാണ് നമുക്ക് വേണ്ടെന്നുള്ള പ്രിഫറൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം സെന്റർ സെലക്ട് ചെയ്ത് വിടാം. 4 എക്സാം സെന്റർ കൊടുത്തിട്ടുണ്ട്. 2 CBT സെന്ററും 2 OMR സെന്റർ എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സെന്റർ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ അവിടെ നമുക്ക് ഇഷ്ടമുള്ള 2 സെന്റർ അതുപോലെ തന്നെ 2 സിറ്റി സെലക്ട് ചെയ്യാം. OMR ഷീറ്റ് ആവുന്ന സമയത്ത് അതിനും 2 സെന്റർ സെലക്ട് ചെയ്തിട്ട് വിടാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഹൈബ്രിഡ് മോഡിലാണ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പേപ്പറിൽ ഒരു 1.5 ലക്ഷത്തിലധികം ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ്ലൈൻ എക്സാം ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ 2 ഓപ്ഷൻ ചോദിക്കുന്നത്. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയിട്ടാണ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നതോ, ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ്. ഇപ്പൊ ഈ റൂറൽ ഏരിയയിലൊക്കെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈൻ എക്സാം എഴുതാനായിട്ട് കുറച്ചധികം ദൂരം വരേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടി ആക്യുറസി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു 2 രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വെക്കാം. എല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും സേവ് ആൻഡ് നെക്സ്റ്റ് ഐ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോ ആണ്. നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അത് 10 KB to 200 KB ആ ഒരു രീതിയിൽ ഉള്ള മിനിമം സൈസ് വരുന്ന രീതിയിലുള്ള ഫോട്ടോ ആണ്. നമ്മൾ ഒരു 80 to 85% ഫേസ് വിസിബിലിറ്റി ഉള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതിനുശേഷം പിന്നെ വരുന്നത് നമ്മുടെ സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചർ എന്ന് പറയുന്നത് 4 KB-യുടെയും 30 KB-യുടെയും ഇടയിലുള്ള മിനിമം സൈസ് ഉള്ള നമ്മുടെ സിഗ്നേച്ചർ, അതും ഇവിടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇതെല്ലാം റെഡിയാക്കി
ആക്കി സോഫ്റ്റ് കോപ്പി ആക്കി എടുത്തു വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസിന്റെ കൂടെ തന്നെ, അത് മറന്നു പോരുത്. അതിനുശേഷം BPL സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും തരത്തിൽ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിലോ പോവർട്ടി ലൈൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്, 50 to 300 KB, അത് അപ്ലോഡ് ചെയ്യാം. ഇനി കാശ്മീരി മൈഗ്രന്റ് സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓരോ രീതിയിലുള്ള യൂണിവേഴ്സിറ്റീസിൽ ഓരോ രീതിയിലുള്ള റിസർവേഷൻസ് ഉണ്ടാവും. ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നത്. പിന്നെ ഇനിയിപ്പോ എന്തേലും എക്സ് സർവീസ്മാൻ സർട്ടിഫിക്കറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് സർവീസ്മാൻ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും. ഇവിടെ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം. ഈ OBC നോൺ ക്രീമി ലെയറിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇവിടെ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും വരുന്നില്ല. ഇതെല്ലാം ഇപ്പൊ നീറ്റിനായാലും CUET-യിലായാലും എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് കൗൺസിലിംഗ് ടൈമിൽ നിങ്ങൾ അഡ്മിഷൻ ടൈമിന് പോകുമ്പോൾ റിസർവേഷന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അത് ആ സമയത്ത് എടുത്താൽ മാത്രം മതി. ഇപ്പോഴേ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല കേട്ടോ. ഇപ്പൊ നീറ്റ് എക്സാമിനാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ട, നിങ്ങൾ PWD സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഇവിടെ CUET-യിലാവുന്ന സമയത്ത് നമുക്ക് BPL, കാശ്മീരി മൈഗ്രന്റ് ആണെങ്കിൽ അത്, എക്സ് സർവീസ്മാൻ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്, ഈ 3 സർട്ടിഫിക്കറ്റ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എന്നാണെങ്കിൽ മാത്രം, ബിലോങ്ങിങ് ആണെങ്കിൽ മാത്രം ഇതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാത്ത എല്ലാവർക്കും ജനറലി വേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഉള്ള അവരുടെ ആ ഒരു ഫോം നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിച്ചു തരും. ഇത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടോന്ന് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത പോലെ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു കോപ്പി അവർ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് തരും. അതിനകത്ത് നമ്മളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ എന്തൊക്കെ തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണോ ആ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാം. പേര്, ഫോൺ നമ്പർ, ഫാദർ നെയിം, മദർ നെയിം, നിങ്ങളുടെ അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, പ്രസന്റ് അഡ്രസ്സ്, നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ചോയ്സസ്, നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ള സിറ്റീസ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ അടക്കം എല്ലാ കാര്യങ്ങളും വന്നു. നമ്മളുടെ പേപ്പർ സെലക്ഷനും അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. നമ്മുടെ മോഡ് ഓഫ് പ്രിപ്പറേഷൻസ് വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം ഓക്കെ ആണെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ അവർ ചോദിക്കും ഇതെല്ലാം ക്ലിയർ അല്ലേ എന്ന്, ഒന്നുകൂടെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ നമ്പറിന്റെ കൺട്രി കോഡും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ചോദിച്ച് നമ്മളുടെ ക്യാപ്ചയും കൂടെ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവരുടെ OTP സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ OTP നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു പോപ്പപ്പ് വരുന്നുണ്ടായിരിക്കും. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഇത്രയും രജിസ്ട്രേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സും നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റാസിന്റെ ബേസിസിലാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എൻട്രി ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഓരോ പ്രാവശ്യം അവർ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഓക്കെ ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഫർദർ പ്രൊസീജിയറിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഫീ സ്ട്രക്ചർ വരുന്നത് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ, റിസർവേഷൻസ് ഒന്നുമില്ല, ജനറൽ കാറ്റഗറി ആണെങ്കിൽ അപ് ടു 3 സബ്ജക്ട്സ്, 3 സബ്ജക്ട്സ് വരെ 1000 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ അഡീഷണലി എടുക്കുന്ന ഓരോ പേപ്പറിനും 400 ഈച്ച് ആയിരിക്കും. OBC നോൺ ക്രീമി ലെയർ EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 900 ആണ് അപ് ടു 3 സബ്ജക്ട്സ് വരെ നമ്മളുടെ ഫീ സ്ട്രക്ചർ വരുന്നത്. അതുപോലെ തന്നെ അഡീഷണലി ചൂസ് ചെയ്യുന്ന ഓരോ സബ്ജക്റ്റിനും 375 ഈച്ച് വരുന്നുണ്ടായിരിക്കും. SC ST PWD തേർഡ് ജെൻഡർ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 800 ആണ് അപ് ടു 3 സബ്ജക്ട്സ്. അതിന് കൂടുതൽ നമ്മൾ സബ്ജക്ട്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 350 ഈച്ച് കൊടുക്കേണ്ടി വരും. ഇനി ഇന്ത്യക്ക് വെളിയിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് സെന്റേഴ്സ് എന്നുണ്ടെങ്കിൽ 4500 ആണ് 3 സബ്ജക്ട്സ് വരെ വരുന്നതിന്റെ ഫീസ്. അഡീഷണൽ ആയിട്ട് എടുക്കുന്ന ഓരോ പേപ്പറിനും 1800 രൂപ ഈച്ച് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇന്ത്യക്ക് വെളിയിലുള്ള സെന്റേഴ്സ് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഫീ പേയ്മെന്റ് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ ഗേറ്റ് വേസ് ഉണ്ട്. SBI, കാനറ, ICICI ഗേറ്റ് വേ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീസ് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് പ്രോസസ്സ്. അപ്പൊ ഫീസ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീ പേയ്മെന്റ് സക്സസ്ഫുള്ളി ഫീ പെയ്ഡ് ആണെന്ന് പറയും. അതിനുശേഷം നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടങ്ങുന്ന നമ്മളുടെ ഫോം അവർ റിഫ്ലക്ട് ചെയ്ത് കാണിച്ചു തരുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം. അത് ഡൗൺലോഡ് ചെയ്ത് 2-3 കോപ്പി എടുത്തിട്ട് നമ്മൾ സൂക്ഷിക്കുക. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കുക. അഥവാ കറക്ഷൻ വിൻഡോ വരികയാണെന്നുണ്ടെങ്കിൽ അത് കറക്ഷൻ വിൻഡോ കാണിക്കുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സുകൾ നമ്മൾ കൊടുത്തതിലുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ കറക്ഷൻ വിൻഡോ വരുന്ന സമയത്ത് മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഓരോ സ്റ്റേജിനകത്തും ചോദ്യങ്ങൾ നമ്മളടുത്ത് ചോദിക്കുന്ന സമയത്ത് കൃത്യമാണെന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. CUET എക്സാമിനേഷൻസ് എഴുതിയിട്ട് ഓരോരോ യൂണിവേഴ്സിറ്റീസിലേക്ക് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. പ്രത്യേകമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി,
ഇതിനകത്തൊക്കെ നമുക്ക് എത്തിച്ചേരണം എന്നുള്ള വലിയ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ നമുക്ക് ടോപ്പ് 5 യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് CUET വഴി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് 5 യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റിസർവേഷൻസ് കാറ്റഗറിയിലെ ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തു വെച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്തു വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മിസ്റ്റേക്സുകൾ വരുത്താതിരിക്കുക. ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയോടെ ചെയ്യുക.